ഹായ് ഫ്രണ്ട്സ്, ഇത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ബാഗ് തപ്പുകയാണ് കേട്ടോ. ഞാൻ കാരണം ഇന്ന് കുറേ സാധനങ്ങൾ വാങ്ങാൻ ഏൽപ്പിച്ചിനേനും അതൊക്കെ വാങ്ങിനോ നോക്കുകയാണ്. പച്ചരിയും ചോറ്റരിയും ഒക്കെ കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് അതൊക്കെ വാങ്ങിനോ നോക്കുകയാണ്. മില്ലറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല, ഒന്ന് ആക്കി നോക്കണം എന്തൊക്കെയാണ്, എങ്ങനെയാണ് പലഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇത് കണ്ടോ, ഇവിടെ വിളക്കത്തിരി പല കളറിൽ കിട്ടും കേട്ടോ, പച്ചയും മഞ്ഞയൊക്കെ. ഇവിടെ വെള്ള കളർ കിട്ടാനേ ഇല്ല, ഈ കളറൊക്കെയാണ് അധികം കിട്ടാറ്. നാട്ടിൽ പോയാൽ കുറച്ച് വെള്ള കളറിലെ വിളക്കത്തിരിയും എല്ലാം വാങ്ങിയിട്ട് വരണം. അങ്ങനെ അതൊക്കെ പച്ചക്കറി, പിന്നെ ചോറ്റരി, പിന്നെയാണ് നമ്മൾ സാധനം കാഡ്ബറി സെലിബ്രേഷൻസിൻ്റെ 4 ബോക്സ്. എന്താ പറ്റിയതെന്നറിയില്ല, 4 ബോക്സ് ആൾ കൊണ്ടുവന്നിന്. എനിക്ക് ഡൗട്ട്, എന്തോ ഡിസ്കൗണ്ട് ഐറ്റം ഉണ്ടായിരുന്നു ഈ ബോക്സിന്, അങ്ങനെയാണ് ആളിത് വാങ്ങിയത് കേട്ടോ. അല്ലാണ്ട് ഫുൾ പൈസ കൊടുത്തിട്ടൊന്നും ആളൊരിക്കലും ഇത് വാങ്ങും ഒരു ബോക്സൊക്കെ, എന്തായാലും 4 വാങ്ങൂല. അങ്ങനെ 4 ബോക്സ് വാങ്ങിന്. ഇത് കണ്ടപ്പം തന്നെ ഞാൻ വിചാരിച്ചു ആഘോഷം തന്നെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ബോക്സ് കുറച്ച് നേരം ഈ ബോക്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കി കളിച്ച്. കാരണം പണ്ട് ദീപാവലിക്കായിട്ടാണ് എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടിയിരുന്നത്. അപ്പം ആ ബോക്സ് നോക്കി, പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഈ ബോക്സ് പൊളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ബോക്സിൽ നിന്ന് എല്ലാ ചോക്ലേറ്റും എടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേട്ടാ. 4 ബോക്സും ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഈ ബോക്സ് ഫ്രിഡ്ജിൽ കയറ്റാൻ നിന്നാൽ ശരിയാവില്ല, പിന്നെ നമുക്ക് വേറെ ഒന്നിനും സ്ഥലവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് എന്താ പറയുക, പൊളിക്കാനുള്ള പരിപാടിയാണ്. ഇത് കൈനെ കൊണ്ട് വലിച്ചിട്ടൊന്നും വരുന്നുണ്ടായിട്ടില്ല. അവസാനം നമ്മൾ കട്ട് ചെയ്യുന്ന സാധനം, ഒരു നൈഫല്ല, അതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിനെക്കൊണ്ട് അങ്ങ് കട്ട് ചെയ്ത് എടുത്ത് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനെക്കൊണ്ടും ആദ്യം ഒറ്റക്കൈ കൊണ്ട് എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കണം, ഇതും പൊളിക്കണം ആവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ പരിശ്രമിച്ചിട്ട് ഇത് പൊളിച്ച് കഴിച്ച്. അങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചോക്ലേറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അധികം ആൾക്കാരും വാങ്ങി കഴിച്ചിട്ടുണ്ടാവും, ആരും ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല കാണുന്നുണ്ടാകുക. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ബോക്സ് വാങ്ങുന്നതിനോട് വലിയ താല്പര്യമില്ല, കാരണം ചോക്ലേറ്റ് കുറവാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അറിയില്ല, പക്ഷേ ഇപ്പോൾ ഒരു ബബ്ലിക്ക് തന്നെയുണ്ട് 90 റുപ്യേൻ്റെ ബബ്ലി, ചെറിയ ബബ്ലിയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇത്രയും ചോക്ലേറ്റ്സാണ് ഇതിലുണ്ടായത് കേട്ടോ. എനിക്ക് തോന്നുന്നു 9 ചോക്ലേറ്റ്സാണ് തോന്നുന്നു. 2 ഫ്യൂസ് ഉണ്ടായിരുന്നു, ഓറിയോൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ഡയറി മിൽക്കിൻ്റെ ആൽമണ്ടിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ 5 സ്റ്റാർ തന്നെയാണ്, 5 സ്റ്റാർ ഉണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ്സ് പലതും ഉണ്ടായിരുന്നു. ഞാനിത് കിട്ടിയപ്പം തന്നെ ഒരു 2 ചോക്ലേറ്റ് അകത്താക്കി കേട്ടോ. അകത്താക്കിയിട്ടാണ് എനിക്ക് ആൽമണ്ടിൻ്റെ ചോക്ലേറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ എടുത്ത് കാണിച്ച് അതാണ് ഞാൻ കഴിച്ചത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചോക്ലേറ്റ് വിശേഷങ്ങളാണ് ഇതൊക്കെയാണ് കേട്ടോ. ഫ്യൂസ് കൊള്ളില്ല, ഫ്യൂസ് പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇല്ല. പണ്ട് അത് ഇറങ്ങിയ ടൈം നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ അതൊരു അത്ര ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പം ഇത്രയല്ലേ ഇല്ലും ഗൈസ്. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.